US ഫാർമ കമ്പനികൾക്കെതിരെ ട്രംപ് 1 വർഷത്തിനകം കമ്പനികളുടെ നിക്ഷേപവും ഉൽപ്പാദനവും അമേരിക്കയിലാക്കണം. ഇല്ലെങ്കിൽ 200% തീരുവയെന്ന് ട്രംപ് ആശങ്കയിൽ ഇന്ത്യൻ നിക്ഷേപകർ. ഫാർമയ്ക്ക് പുറമെ സെമി കണ്ടക്ടർ മേഖലയ്ക്കും ട്രംപ് തീരുവ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഓഗസ്റ്റ് 1 മുതലാണ് തീരുവ. എന്നാൽ കമ്പനികൾക്ക് തുടക്കത്തിൽ ചെറിയ തീരുവയാണ് ചുമത്തുക. 1 വർഷത്തിന് ശേഷമായിരിക്കും 200%-ലേക്ക് പോകുക. ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം ഇന്ത്യൻ ഔഷധ മേഖലയെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് നിക്ഷേപകർ. US ആരോഗ്യ മേഖലയിലെ ജനറിക് മരുന്നുകളുടെ 46% ഇന്ത്യൻ കമ്പനികളാണ് വിതരണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫാർമ മേഖലയിൽ താരിഫ് ഏർപ്പെടുത്തുന്നത് ഇന്ത്യൻ കമ്പനികൾക്ക് ക്ഷീണമുണ്ടാക്കും. കൂടാതെ സെമി കണ്ടക്ടർ മേഖലയിൽ വലിയ നിക്ഷേപവും ഇന്ത്യ നടത്തുന്നുണ്ട്. ഭാവിയിൽ ആഗോള ചിപ്പ് വിതരണ സ്വപ്നം സാധ്യമായാൽ അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയിൽ തിരിച്ചടി നേരിടേണ്ടി വരും. ഫാർമ ഉൽപ്പന്ന നിർമ്മാണം രാജ്യത്ത് പ്രോത്സാഹിപ്പിക്കണമെന്ന നിലപാടാണ് ട്രംപിനുള്ളത്. ഇതാണ് തീരുവ ഭീഷണിയുടെ പിന്നിലെന്നാണ് വിലയിരുത്തൽ. ഇന്ത്യ ഉൾപ്പെടെ 6 രാജ്യങ്ങളുമായി വ്യാപാര ചർച്ചകൾ നടത്തുന്നുണ്ടെന്ന് ട്രംപ് പറഞ്ഞു. അതിൽ ഉടൻ കരാറിലെത്താൻ സാധ്യതയുള്ളത് ഇന്ത്യയുമായാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കരാറിലെത്തിയാൽ തത്തുല്യ തീരുവയാണ് നിലവിൽ വരിക. അതുകൊണ്ട് തന്നെ ഇന്ത്യ-US വ്യാപാര കരാർ ഫാർമ ചിപ്പ് കമ്പനികൾക്കും നിർണായകമാണ്. അതേസമയം താരിഫ് നിലവിൽ വന്നാൽ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ ഓഹരികളെ ഇത് ബാധിക്കും. 2025 സാമ്പത്തിക വർഷത്തിൽ $9.8 ബില്യൺ കയറ്റുമതിയാണ് ഇന്ത്യ നടത്തിയത്. മുൻ വർഷത്തെ $8.1 ബില്യൺ നിന്ന് 21% വർധനമാണ് ഇത്തവണ ഉണ്ടായിരുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.